സൂക്കേടുള്ള രണ്ട് പേരാണ് ഇപ്പോൾ പ്രമുഖരായിട്ട് കേരളത്തിലുള്ളത്. ഒന്ന് വിയ്യൂർ ജയിലിൽ കിടക്കുന്നുണ്ട്, ഒരാൾ നിയമസഭയിൽ ഇരിക്കുന്നുണ്ട്. ഒരുത്തന്റെ പേര് ഗോവിന്ദച്ചാമിയും മറ്റൊരുത്തന്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുമാണ്. ഈ ഇയാളൊരു ജനപ്രതിനിധിയാണ്. പാലക്കാട് ജനങ്ങളുടെ മുമ്പിൽ അടൂരിൽ നിന്ന് കൊണ്ടുവന്ന് ഷാഫി പറമ്പലിന്റെ പേഴ്സണൽ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലും വി.ഡി. സതീശന്റെ അനുഗ്രഹാശിസുകളോട് കൂടിയും കെ.സി. വേണുഗോപാലന്റെ നല്ല സമ്മതത്തോടു കൂടിയും രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ മിണ്ടിയും സുധാകരൻ അടക്കമുള്ളവർ ഓക്കെ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച വ്യക്തിയാണ് പാലക്കാടിന് മുമ്പിൽ വലിയ സംഭവമായിട്ട്. കെ കരുണാകരൻ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലക്കാരനാണ്. തൃശ്ശൂരിലെ കെ കരുണാകരൻ്റെ വീടാണ്. കല്യാണിക്കുട്ടിയമ്മ എന്ന് പറയപ്പെടുന്ന ഒരു അമ്മയെക്കുറിച്ച് തൃശ്ശൂരിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്കും ഒരു വിരോധമില്ലാത്ത വളരെ നല്ല അമ്മ, ആ അമ്മയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളടക്കം ഇവിടെ എടുക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി എന്ന് പറയപ്പെടുന്ന ഇവരുടെ തന്നെ നേതാവിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മനോട് ചോദിച്ചാലും ഈ വ്യക്തിയുടെ പ്രവൃത്തി എന്താണെന്നറിയാം. ഇദ്ദേഹത്തിന് മാധുവടങ്ങുന്ന ജേർണലിസ്റ്റുകൾക്ക്, അതേപോലെ രാഷ്ട്രീയ കോൺഗ്രസ് നേതാക്കന്മാർക്ക് രാഹുൽ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ പ്രവർത്തികളും സ്വഭാവങ്ങളും എന്താണ് എന്ന് ഇതിനു മുൻപും കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാകാം. കാരണം ഈ പറഞ്ഞതിന് വേറൊരർത്ഥമില്ലേ? ഇയാളുടെ ക്യാരക്ടർ അറിയാതെയല്ല ഷാഫി പറമ്പിൽ ഇത് കൊണ്ടുവന്നത്. ഇയാളുടെ ക്യാരക്ടർ അറിയാതെയല്ല വി.ഡി. സതീശനും രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ സമയത്ത് ഇവരെന്താ പറഞ്ഞത്? യൂത്ത് കോൺഗ്രസിൽ നിന്ന് 24 മണിക്കൂറിനകം സംഘടനയിൽ നിന്ന് മാറ്റി. എന്താ കാര്യം? ഇവരുടെ സംഘടനയ്ക്ക് വേണ്ടാത്ത ആളെ പാലക്കാട് ജനം പേറിക്കൊള്ളണം, കേരളം അത് അംഗീകരിച്ചോളണം എന്നാണോ ഇവർ പറയുന്നത്? ഇദ്ദേഹത്തിന്റെ സൂക്കേട് എന്ന് പറയപ്പെടുന്നത് ഒരു അസുഖം കൂടിയാണ്. ആ സൂക്കേടുള്ള രണ്ട് പേരാണ് ഇപ്പോൾ പ്രമുഖരായിട്ട് കേരളത്തിലുള്ളത്. ഒന്ന് വിയ്യൂർ ജയിലിൽ കിടക്കുന്നുണ്ട്, ഒരാൾ നിയമസഭയിൽ ഇരിക്കുന്നുണ്ട്. ഒരുത്തന്റെ പേര് ഗോവിന്ദച്ചാമിയും മറ്റൊരുത്തന്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുമാണ്. ഈ രണ്ടുപേർക്കും ഒരേ സൂക്കേടാ. ആ സൂക്കേട് ഉള്ള ആൾക്ക് പറ്റിയ പണിയല്ല ജനപ്രതിനിധിയാവുക എന്ന് പറയപ്പെടുന്നത്. ആ ജനപ്രതിനിധിക്ക് ഉത്തരവാദിത്തമുണ്ട്. ധാർമ്മികത എന്ന് പറയപ്പെടുന്ന പദത്തിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തല്ല അവർ പുറത്താക്കേണ്ടത്, പകരം MLA സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കണം. കാരണം ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ, അണ്ണാക്കിലെ പിരിവെട്ടി. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കുമ്പോൾ നേരത്തെ മാധു നൌഷാദ് അലിയോട് ചോദിച്ച ചോദ്യമുണ്ട്, ഇദ്ദേഹത്തിന്റെ ചേറ്റല്ല എന്ന് നിഷേധിച്ചിട്ടുണ്ടോ? അതാണ് ഒരു പ്രധാന ചോദ്യമാണല്ലോ. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിൽ നിന്ന് ഈ വ്യക്തിയെ ടിയാനെ പുറത്താക്കുന്ന സമയത്ത്, രാഹുലിനെ പുറത്താക്കുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് അത് കൃത്യമായി അഡ്രസ് ചെയ്തല്ലോ. കോൺഗ്രസ് പാർട്ടി അത് അംഗീകരിച്ചല്ലോ. ഇദ്ദേഹം ഈ വിഷയത്തിൽ ആരോപിതനാണ് എന്നും ആ ആരോപിച്ച വിഷയം യാഥാർത്ഥ്യമാണ് എന്ന് അവർക്ക് മനസ്സിലാകാതെ വെറുതെ അവരവരുടെ നേതാവിനെ എടുത്ത് പുറത്തേക്ക് ഇടില്ലല്ലോ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? അപ്പോൾ ഈ ഒരു കാര്യം അവർക്ക് വളരെ വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അവരുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ജനപ്രതിനിധിയായി നിൽക്കുന്ന ഈ വ്യക്തി ആ നിയമസഭാംഗത്വം രാജിവെച്ച് ജനങ്ങളോട് ഉത്തരവാദിത്തം കാണിക്കേണ്ടതല്ല. ഇവരുടെ കേസുണ്ടോ, ഈ രാജ്യത്തെ നിയമത്തിന് വിരുദ്ധമായ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് വളരെ കോൺഫിഡൻസോട് കൂടിയാണ് ചോദിക്കുന്നത്. ഇല്ല, ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. അങ്ങനെയല്ല മാധുവും ഞാനും നൌഷാദ് അലിയും വസീഫും ഒക്കെ ഇവിടെ ജീവിക്കുന്ന ആളുകളല്ലേ. നമ്മളൊക്കെ അരിയാഹാരം കഴിച്ച് ജീവിക്കുന്ന ആൾ. നമുക്ക് സാമാന്യ ബോധം എന്ന് പറയപ്പെടുന്ന കാര്യവുമുണ്ട്. ഈ വ്യക്തിയെ കേസുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, ഈ വ്യക്തിയെ സംബന്ധിച്ചുള്ള ചാറ്റുകളും ഈ വ്യക്തിയെ സംബന്ധിച്ചുള്ള വോയിസുകളും ഈ വ്യക്തിയെ സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ കാര്യങ്ങളും ഈ വ്യക്തിക്ക് നിഷേധിക്കാമല്ലോ. എന്നെക്കുറിച്ച് സമൂഹത്തിൽ അപമാനിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടത്തി ആളുകൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഈ വ്യക്തി പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ? MLA അല്ലേ? കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ഏതെങ്കിലും പോലീസ് സംവിധാനത്തിനകത്ത് അദ്ദേഹത്തിന് അനാവശ്യമായിട്ട് മോശകരമായി പൊതുസമൂഹത്തിന് മുമ്പിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഈ പറഞ്ഞ പെൺകുട്ടികൾക്ക് നേരെ പരാതി കൊടുത്തിട്ടുണ്ടോ? ആ പരാതി കൊടുക്കാത്ത ആളുകളുടെ വിഷയം ഉന്നയിച്ചപ്പോൾ രാജിവെപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറായി എങ്കിൽ, ആ പരാതി ഇല്ല, ശരിയല്ല എങ്കിൽ അവർക്ക് നേരെ പരാതി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം MLAക്ക് അറിയില്ലേ?
എല്ലാ പഠനം അറിയാത്ത വ്യക്തിയാ. Okay. അപ്പൊ ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ടാണല്ലോ അയാൾ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയത്, അയാൾ സ്ഥാനം രാജിവെച്ചത്. അപ്പൊ അയാൾക്ക് ഉത്തരവാദിത്തമുണ്ട് പാലക്കാടിന്റെ ജനങ്ങളോട്. നിങ്ങൾ ഉണ്ടാക്കി വെച്ച ബലൂൺ എന്ന് പറയപ്പെടുന്ന തട്ടിപ്പ് ബലൂണാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ MLA സ്ഥാനം രാജിവെച്ച് ജനങ്ങളോട് കാണിക്കേണ്ട നീതി, ആ നീതി കാണിക്കണം. കാരണം അനിയാ പോട്ടെ, അമ്പിമനെ പോട്ടറ സാറേ, ഒന്നും വിചാരിക്കല്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.